ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വിവാഹ ജീവിതം ഉണ്ടാകുമോ? കല്യാണം ഉണ്ടാവാതെ കല്യാണം കഴിക്കുന്നവർ കഴിക്കട്ടെ, കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട. വിവാഹം കഴിക്കാനായിട്ട് സ്വന്തം കാര്യം ആദ്യം കരിയർ നോക്കുക, അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക. ജോലി ഉണ്ട്, നമുക്ക് ജീവിക്കാലോ. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. എനിക്ക് പൊതുവെ താല്പര്യമില്ല. ഓരോരുത്തരുടെ രീതിയില്ല, പക്ഷെ കല്യാണം ഉണ്ടാവും. ലിവിംഗ് ടുഗദർ ആണോ കല്യാണ ജീവിതമാണോ അവർ ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ട് കാണുന്നത്? അതെനിക്കറിയില്ല, എനിക്ക് വേണ്ട. ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോണം. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആളെ ആരാണോ അയാളെ ചൂസ് ചെയ്ത് അയാളുടെ കൂടെ നല്ലൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. മേ ബി ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടായിരിക്കണം. അതെന്താ വെച്ചാൽ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. അല്ലെ ലിവിംഗ് ടുഗദർ ആണെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിലും അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. സഹിച്ചു ക്ഷമിച്ച് എവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടാ. നമുക്ക് നമ്മളേതായ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അതിന്ന് പുറത്തു വരാം. പിന്നെ നമുക്ക് ഒരാളെ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൂടെ പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ആരും തെറ്റാത്ത ആൾക്കാരില്ല, അതെ. എല്ലാരും തെറ്റ്. അതെ. പക്ഷെ ഇങ്ങനെ സാഹചര്യം ഞാൻ അതില് ഒരിക്കലും ആളെ ചതിക്കില്ല. അവിഹിത ബന്ധത്തിലോട്ട് ഫ്രണ്ട് വേറെ വേറെ ആൾക്കാരായിട്ട് പോകണം. എന്തിനാണ് മാക്സിമം അത് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക ഒരാളെടുത്ത്. നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ട് അതേപോലെ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുക. അന്നേരമാണ് നമുക്ക് ഹേർട്ട് ആവുക കൂടുതൽ. കല്യാണം കഴിച്ചാലും പെൺകുട്ടികൾക്ക് ജീവിക്കാം. എന്നെ പോലെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ. അല്ലേ വാസു? തോന്നാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അനിവാര്യമാണ്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടി വരും. കല്യാണം കഴിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിവാഹത്തിന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പ്രശ്നമില്ല. ഫ്രീ ബേർഡ് അടയ്ക്കുന്നതാണ് ഇഷ്ടം. ഒരു തുണ വേണ്ടേ? എനിക്ക് വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പഴയ തലമുറ അങ്ങനെ ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല. ചിലപ്പോ അവരുടെ സാഹചര്യം അവർ കടന്നു വന്ന സന്ദർഭങ്ങൾ കൊണ്ടാവാം. ചിലപ്പോ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ലോ. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കുറവാണ്. സുരക്ഷിതത്വം കുറവാണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആവണമെന്നുള്ളതിൽ അർത്ഥമില്ലല്ലോ. അതല്ല അവിടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തോ ഫ്രണ്ട് ഇന്ത്യയുടെ എന്തോ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ 24,000 റേപ്പ് കേസസ് എന്തോ ഒരു വർഷം പെർ ഇയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തോ 1 lakhന് മേലെ ഡൊമസ്റ്റിക് അബ്യൂസസിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ മാത്രം. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കണക്കുകളുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ സേഫ് ആണോ എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ സേഫ് ആവണമെങ്കിൽ കല്യാണം കഴിക്കണം എന്നില്ലല്ലോ. കഴിക്കും. ആര് അങ്ങനൊന്നുമില്ല. ആളെ കിട്ടി ആര് മനസ്സിലാകലുണ്ടോ? ഇല്ല, ആരുമില്ല. ഇനിയും വരാം അല്ലേ? വരാം. കല്യാണം എന്നുള്ള കൺസെപ്റ്റ് നിന്ന് പോയിട്ടില്ലല്ലേ? ഇല്ല, അന്യം നിന്നിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കല്യാണം താല്പര്യമാണ്. എനിക്ക് പൊതുവെ താല്പര്യമില്ല. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആളെ ആരാണോ അയാളെ ചൂസ് ചെയ്ത് അയാളുടെ കൂടെ നല്ലൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം പറഞ്ഞതെല്ലാം അനുസരിക്കും. ഞങ്ങൾ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോൾ എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ അനുസരിക്കും. തിരിച്ച് എനിക്കുള്ള അതാണെങ്കിൽ ഞാനും തിരിച്ചു പറയും. അങ്ങനെ അതാ ഇഷ്ടം. അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ എന്ത് ചോദിച്ചാലും എവിടെ പോകുന്നു, എന്ത് കഴിച്ചു, ആരെ ഫോൺ ചെയ്യുന്നത്, എന്താ നോക്കുന്ന ഫോണില്, അതൊക്കെ ഇഷ്ടപ്പെടും. ഒരുമിച്ചായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ അവരും കൂടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. താല്പര്യം താല്പര്യമുണ്ട്. ഇവിടെ താല്പര്യമുണ്ടോ? പിന്നെ താല്പര്യമില്ല. നല്ലൊരാളെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോകാനാണ് താല്പര്യം. അങ്ങനൊന്നുമില്ല. കുറച്ചാളൊരു ഫ്രണ്ട്, അതുകൊണ്ട് വേറൊരു ഫ്രണ്ട്, അതുകൊണ്ട് വേറൊരു ഫ്രണ്ട്, അങ്ങനെ പോകും. അങ്ങനെ അറിയില്ല. കുറച്ചാളെ ഞാൻ നിർത്തി. അവസ്ഥ വാക്കൊന്നും പറഞ്ഞ് അവിഹിത ബന്ധത്തിലോട്ട് ഫ്രണ്ട് വേറെ വേറെ ആൾക്കാരായിട്ട് പോകണം. എന്തിനാണ് അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതിൽ താല്പര്യമില്ല. കല്യാണ ജീവൻ തന്നെ താല്പര്യം. ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു വിളിക്കണം. കല്യാണം ഇഷ്ടമേ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട് തീർന്നത്? ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോണം. ഇപ്പോൾ ഉള്ള കല്യാണം കഴിച്ചവർക്ക് എൻജോയ്മെന്റ് ഒന്നും കാണുന്നില്ലേ? കാണണ്ട് ചിലവരുടെ ഇതിന്റെ അകത്ത്. ഉണ്ടാവുമായിരിക്കാം, ഇല്ലാതിരിക്കാം. എന്റെ താല്പര്യം അതൊരു കോൺസെപ്റ്റ് അനുസരിച്ചാണല്ലോ. നമുക്ക് എന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ എന്തായാലും വിവാഹം കഴിക്കുന്നുള്ളൊരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. സോ അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അനുസരിച്ചല്ലേ. ഇപ്പോ കൂടുതലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. അല്ലെ ലിവിംഗ് ടുഗദർ ആണെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിലും അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. നമ്മൾ ഇടപെടാൻ ആരും അല്ല. അപ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ജീവിക്കട്ടെ. ഇല്ല, ലിവിംഗ് ടുഗദർ ആണെങ്കിൽ ഓരോരുത്തരും ഓരോ
ഇതനുസരിച്ച് ഓരോരുത്തരുടെ രീതിയില്ല, പക്ഷെ കല്യാണം ഒക്കെ ഉണ്ടാവും. കാഴ്ച കാണാൻ പറ്റും. അത് അന്യം നിന്ന് പോകത്തില്ല. ഇല്ല, നിന്ന് പോകത്തില്ല. കുറച്ച് പേര് അതിന്റെ പുറകെ പോകും, ലിവിങ് ടുഗദറിലേക്കും പോകും. ആ ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. ആ കാണാം. വിവാഹം എന്ന് പറയുന്നത് ലൈക്ക് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് ആൻഡ് ബാഡ് ഷെയർ ചെയ്യാനായിട്ട് ഒരു പാർട്ട്ണർ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ഇപ്പം ഈ കാലങ്ങളിൽ കൂടുതലും പെൺകുട്ടികൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരിക്കും സിംഗിൾസ് ആയിട്ട് നടക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഓരോ സർവേസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ സിംഗിൾസിനാണ് കൂടുതലും സന്തോഷം. മേ ബി ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടായിരിക്കണം, ലൈക്ക് ആയിരിക്കും. ഫ്രീഡം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്രീഡം കിട്ടേണ്ട ഒരു സാധനമാണോ എന്നൊക്കെ ഇപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് പുരുഷന്മാർ അവരെ കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു സംഭവം അവർക്ക് ഉണ്ടായിരിക്കും. ലൈക്ക് വേറൊരാളത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു മനസ്ഥിതി ആയിരിക്കണം. പക്ഷെ അവർ കൂടുതലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ ലൈക്ക് അങ്ങനെ ചോദിക്കണ്ട എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ലൈക്ക് ഇപ്പം എഡ്യൂക്കേഷൻസ് ഒക്കെ ലൈക്ക് നമ്മൾ ഗേൾസിനാണ്, ഇപ്പം ഗേൾസ് ആണ് കോളേജിലാണേലും അല്ലെങ്കിൽ നമ്മൾ ഹൈസ്കൂളിലാണെങ്കിലും ഒക്കെ കൂടുതൽ എൻ്റർ ആവുന്നത് ഗേൾസ് ആണ്. സോ നമുക്ക് എഡ്യൂക്കേഷൻ കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നമുക്ക് വിവരം വെക്കുമല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ചിന്ത വരും, ലൈക്ക് ബോയ്സ് നമ്മളെ ഒരിക്കലും കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ അറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പൊ ഗേൾസിന്. പക്ഷെ ഇപ്പം പറഞ്ഞ കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് ബോയ്സിന് ഗേൾസിനോട് ലൈക്ക് സേഫ്റ്റി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹ സംബന്ധ കാര്യങ്ങളൊക്കെ ചോദിക്കാം, അത് ഒരു പ്രശ്നമല്ല. പിന്നെ കല്യാണം ഉണ്ടാവാതെ അല്ല, അതോ ഫ്രണ്ട്സ് ആയിട്ട് ലിവിങ് ടുഗദർ ആണോ അതോ ഫ്രണ്ട്സ് ആയിട്ട് നാട് വിടലാണോ? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. ഇപ്പൊ നാട് വിടലല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. ഓ, കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. കല്യാണം കഴിക്കാം, ലിവിങ് ടുഗദറിന് താല്പര്യമുള്ളവർക്ക് ലിവിങ് ടുഗദർ കഴിക്കാം. കല്യാണം കഴിച്ചാലും പെൺകുട്ടികൾക്ക് ജീവിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ നഷ്ടപ്പെടാം, നമുക്ക് മുന്നോട്ട് നമുക്ക് ഫ്രീഡ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പം കല്യാണം കഴിക്കണമെന്നില്ല, കല്യാണം കഴിക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജോലി ചെയ്ത് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സുഹൃത്തുണ്ടാവുമോ? സുഹൃത്ത് വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാം, അവരവരുടെ ഇഷ്ടം. എനിക്ക് വേണമെന്നില്ല. എനിക്ക് സെയിം അഭിപ്രായം തന്നെയാ. ജോലി ഉണ്ട്, നമുക്ക് ജീവിക്കാലോ, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം. കല്യാണം കഴിക്കേണ്ടവർ കഴിക്കട്ടെ, കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട. അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പൊ എന്തായാലും കല്യാണം കഴിക്കണം ടൈം ആയില്ലല്ലോ. ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോ പൊതുവെ ഇപ്പത്തെ ഒരു ജനറേഷനില് എല്ലാരും കല്യാണം കഴിക്കില്ല, ആ ഒരു ലെവലാണ്. സിറ്റി ആ ഒരു പേഴ്സണാണ് കല്യാണം കഴിക്കില്ല. എല്ലാരും ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാരും സംസാരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, വേറൊരാളെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം കാലിൽ എന്നാണോ നിൽക്കുന്നത് അന്ന് മാത്രം ഒരു ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികൾ നിൽക്കുന്നത്. ചില സമയത്ത് എന്താണ് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. ഇല്ല, അത് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ, അത് നമ്മള് മാക്സിമം അത് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക ഒരാളുടെ അടുത്ത്. നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ട് അതേപോലെ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുക. അന്നേരമാണ് നമുക്ക് ഹേർട്ട് ആവുക കൂടുതൽ. സഹിച്ചു ക്ഷമിച്ച് എവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടാ. നമുക്ക് നമ്മളേതായ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അതിൽ നിന്ന് പുറത്തു വരാം. പിന്നെ നമുക്ക് ഒരാളെ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഓള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്, ശരിക്കും അങ്ങനെ തന്നെയാണ്. പറയൂ. അത് തന്നെ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മള് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ലല്ലോ. സെയിം ടൈം 10 പേരെ നോക്കുക, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നോർമലൈസ് ചെയ്യാല്ലേ. ബ്രേക്കപ്പ് ആവും, നമുക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം പ്രേമിച്ച് പോയി എന്ന് പറഞ്ഞ് കൂടെ താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് ബ്രേക്കപ്പ് ആവുക, മൂവ് ഓൺ ചെയ്യണം. മൂവ് ഓൺ ചെയ്യണം, നമുക്ക് കാര്യമില്ല. പിന്നെ ഇപ്പൊ നമ്മള് മൂവ് ഓൺ ആവുക എന്ന് പറയുന്നത് അതിനൊന്ന് നോർമലൈസ് ചെയ്യുക, അത്രയാണ് നമ്മൾ പറയുന്നത്. വിവാഹം കഴിക്കാനായിട്ട് സ്വന്തം കാര്യം ആദ്യം കരിയർ നോക്കുക, അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക. അതാണ് അഭിപ്രായം പറയാനുള്ളത്. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം, അടുത്തുള്ള ആളെ സ്വയം മനസ്സിലാക്കി. സ്വന്തം അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ ഇന്ന് കണ്ട് നാളെ കെട്ടുക, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മുടെ വേവ് ലെങ്ത് ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ചിരിക്കും. ചിലവർ ഓക്കെ ആയിരിക്കും, ചിലവർ ഓക്കെ ആയിരിക്കില്ല. അതെ, ഒരുപാട് ഇപ്പൊ ലിവിങ് ടുഗദർ ആണല്ലോ കയറി വരുന്നത്, പിന്നെ ഹോമോസെക്ഷൽ ഒരുപാട് കയറി വരുന്നുണ്ട്. സോ വിവാഹം ഒരു സ്ത്രീക്ക് പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ അവർ ലിവിങ് ടുഗദർ ആണ് കൂടുതലും ആൾക്കാർ. അങ്ങനെ ഈ ഒരു ജനറേഷന്റെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നത്. വിദേശ സംസ്കാരം നോക്കി പഠിച്ചതാണോ അതോ സാഹചര്യമാണോ? അല്ലല്ല, സാഹചര്യമാണ്. അവരങ്ങനെ അവരങ്ങനെ കണ്ട് ഇപ്പൊ സിനിമകളായാലും എല്ലാരും അവരങ്ങനെ കണ്ടുണ്ട്, അവരങ്ങനെ ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ അവരങ്ങനെ ചെയ്യുക. കൂടുതലും ആ ഒരു ചിന്തയിലേക്കാണ് യുവജനങ്ങളെ പോകുന്നത്. മറിച്ച് ചിന്തിക്കുന്ന ഒരു കുറവാണല്ലേ? കുറവ്. എന്നെ പോലെ വളരെ
ചുരുക്കം ആൾക്കാർ മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലെ വാസു? നമ്മളെ പോലെ നമ്മുടെ മാതാപിതാക്കളെ നോക്കുവാണെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള കല്യാണ ജീവിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? പ്രശ്നങ്ങളുണ്ട് എല്ലാ വീട്ടിലും. പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങളെ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എഫക്റ്റീവ് അത് വല്ലാണ്ട് എഫക്റ്റ്. ആ ഒരു കുട്ടി വന്നു, യഥാർത്ഥമായി നിങ്ങൾ പ്രണയിച്ചു ആ പെണ്ണുങ്ങളെ, ആ കുട്ടീനെ നിങ്ങൾ കൈവിടുമോ? എന്ത് വന്നാലും കൈവിടുമോ? ഞാൻ കൈവിടില്ല. നീ കൈവിടും? ഇല്ല നിങ്ങൾ കൂട്ടുകാർ ആ ട്രെൻഡ് ആണോ? തട്ടിപ്പുള്ളവന്മാർ നിങ്ങൾ മനസ്സിൽ തട്ടിപ്പ് കൊണ്ടുവരണം. അല്ല, തട്ടിപ്പുള്ള ആൾക്കാരുണ്ട്. ആ. പക്ഷെ ഞാൻ സംരക്ഷിക്കും. ഒരാള് മാത്രം തട്ടിപ്പെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്നാണ് എന്റെ ഒരു ഇത്. കൂട് വിട്ട് എല്ലാ ആൾക്കാരും തെറ്റ് ചെയ്യും. ആരും തെറ്റാത്ത ആൾക്കാരില്ല, അതെ. എല്ലാരും തെറ്റ് ചെയ്യും. അതെ. പക്ഷെ ഇങ്ങനെ സാഹചര്യം ഞാൻ അതിൽ ഒരിക്കലും ആളെ ചതിക്കില്ല.